നമസ്കാരം. ഭൂമിയാകുന്നു നാം എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമാണ് ആന ഡോക്ടർ. പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ ബി ജയമോഹൻ്റെ ആന ഡോക്ടർ എന്ന നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കുവാനായി നൽകിയിരിക്കുന്ന ആദ്യ പാഠം. തമിഴ് സാഹിത്യകാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം തമിഴിൽ മാത്രമല്ല രചനകൾ നിർവഹിച്ചിട്ടുള്ളത് മലയാളത്തിലും ശ്രദ്ധേയമായ ഒട്ടേറെ കൃതികൾ അദ്ദേഹത്തിൻ്റേതായുണ്ട്. ആധുനിക തമിഴ് സാഹിത്യത്തിലെ മുൻനിര എഴുത്തുകാരനാണ് ബി ജയമോഹൻ. തമിഴ്നാട്ടിലെ തിരുവരമ്പിൽ 1962 അദ്ദേഹം ജനിച്ചു. മലയാളത്തിലും ശ്രദ്ധേയമായ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. സാഹിത്യ നിരൂപകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനാണ്. ആന ഡോക്ടർ, 100 സിംഹാസനങ്ങൾ, നെടുംപാതയോരം, മിണ്ടാ ചെന്നായ്, ഉറവിടങ്ങൾ, അറം, മായപ്പൊന്ന് എന്നീ കൃതികളാണ് മലയാളത്തിൽ രചിച്ചിട്ടുള്ളത്. കസ്തൂരിമാൻ, ഞാൻ കടുവൾ, പാപനാശം തുടങ്ങിയ സിനിമകളുടെ തിരക്കഥകൾ രചിച്ചതും ജയമോഹനാണ്. തമിഴ്നാട്ടിലെ പ്രശസ്ത മൃഗഡോക്ടറും വനസംരക്ഷകനുമായിരുന്ന വി കൃഷ്ണമൂർത്തിയുടെ ജീവിതമാണ് ആന ഡോക്ടർ എന്ന നോവലിൽ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. ആനകൾക്കായി ജീവിതം മാറ്റിവെച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് വന്യമൃഗങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം വേണമെന്ന നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലുമായി ചരിഞ്ഞ ആനകളിൽ പകുതിയോളം മനുഷ്യരാൽ വേട്ടയാടപ്പെട്ടവരാണ് എന്ന് കണ്ടെത്തുവാനും സാധിച്ചിട്ടുണ്ട്. നാട്ടാനകളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റേതായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി രചിച്ച നോവലാണ് ആന ഡോക്ടർ. നമുക്ക് പാഠഭാഗമൊന്ന് പരിചയപ്പെടാം. ജീവിതത്തിൻ്റെ പൊരുൾ പാരസ്പര്യത്തിലാണ്. കരുണയോടെയുള്ള ജാഗ്രത അതു കാത്തുവയ്ക്കുന്നു. ഈ ഒരു ആശയം നമുക്ക് ഈ പാഠഭാഗത്ത് കണ്ടെത്തുവാനായിട്ട് പറ്റും. മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തറഞ്ഞുകയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്കു ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുകളുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. ഇതാണ് പാഠസന്ദർഭം. മുതുമലയിലെ മൃഗഡോക്ടറാണ് കെ എന്നറിയപ്പെടുന്ന കൃഷ്ണമൂർത്തി. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ കുപ്പിച്ചില്ല് തറഞ്ഞുകയറി ഗുരുതരാവസ്ഥയിലായ പിടിയാനയെ ഡോക്ടർ കെ സാഹസികമായി മുൻപ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്കു ശേഷം ഇതേ അവസ്ഥയിലായ കുട്ടിയാന അമ്മയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറുടെ അരികിലേക്ക് മുറിവേറ്റ കാലുകളുമായി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തിച്ചേരുന്നു. "10 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരില്ല എന്നാണ് കരുതിയത്. പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് നന്നായി ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഉണർന്നപ്പോൾ മുറിയിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടർ കോട്ടിടുകയായിരുന്നു. എന്താണ് ഡോക്ടർ എന്ന് ഞാൻ ചോദിച്ചു. പുറത്ത് ആനയുടെ ശബ്ദം കേൾക്കുന്നു. ചൂര് നോക്കുമ്പോൾ ഇവിടെയുള്ള ആനയല്ല എന്നാണ് തോന്നുന്നത്. ഞാനും എഴുന്നേറ്റ് എൻ്റെ സ്വെറ്റർ എടുത്തിട്ടു. കാട്ടാനകളാണോ? ഡോക്ടർ ടോർച്ച് ലൈറ്റ് തെളിച്ചു നോക്കി. പൊതുവെ ഈ വഴിക്ക് കാട്ടാനകൾ വരാറില്ല. ഇവിടെ സെൽവയുടെ ചൂരുണ്ട്. എന്തോ കാരണമുണ്ട്. ഡോക്ടർ ഗംബൂട്ടുകൾ എടുത്തിട്ട് കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. പുറത്തുനിന്ന് വെള്ളച്ചാട്ടം പോലെ തണുത്ത കാറ്റ് അകത്തേക്ക് വന്നു. ഇരുട്ട് വലിയ കറുത്ത തിരശീല പോലെ തൂങ്ങിക്കിടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെ കണ്ടു. കറുത്ത തിരശീലയിലെ സുഷിരങ്ങൾ. പിന്നെ കറുപ്പിൽ കറകൾ പോലെ രൂപങ്ങൾ തെളിഞ്ഞു. അവ മുഴുത്ത് കാട്ടിൻ്റെ വിളുമ്പായി, മരങ്ങളായി, ചില്ലകളും ഇലകളുമായി. പിന്നിൽ ആകാശം ചാരനിറത്തിൽ തെളിഞ്ഞു. ഡോക്ടർ അതിനിടയ്ക്ക് ആനകളെ കണ്ടുകഴിഞ്ഞിരുന്നു. ചെറിയ കുട്ടിയാണല്ലോ എന്നു പറഞ്ഞു. എവിടെ എന്നു ഞാൻ ചോദിച്ചു. 2 വയസ്സ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മാറോളം പൊക്കമുള്ള ആനക്കുട്ടിയെ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടിൻ്റെ ചലനമായി ഞാൻ കണ്ടു. ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരാറില്ലല്ലോ എന്നു ഞാൻ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് നടന്നു.
ഇരുട്ടിൽ വിളക്കു തെളിച്ചാൽ പിന്നെ കണ്ണു കാണാതെയാവും. അതുകൊണ്ട് കണ്ണു മിഴിച്ചു നോക്കി ഞങ്ങൾ നടന്നു. അല്പസമയത്തിനുള്ളിൽ നിലത്തെ ഉരുളൻ കല്ലുകളുടെ മിനുസവും ഇലകളുടെ എണ്ണത്തിളക്കവും കണ്ടു തുടങ്ങി. ആനക്കുട്ടി പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ നീട്ടി മണം പിടിച്ചു. ഈസി ഈസി എന്ന് ഡോക്ടർ പറഞ്ഞു. കൈ രണ്ടും മുന്നിൽ നീട്ടി അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് നടന്നു. ആനക്കുട്ടി തലയാട്ടി ജേഴ്സി പശു കരയുന്ന ഒച്ചത്തിൽ ചിഹ്നം വിളിച്ചു. കാലിൽ വ്രണമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ അടുത്തേക്ക് ചെന്നപ്പോൾ തുമ്പിക്കൈ നീട്ടി അദ്ദേഹത്തെ തൊട്ടു. അതിൻ്റെ ദേഹം ഉലയുന്നത് കണ്ടു. ഡോക്ടർ എന്നോട് നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ചെന്നു നിന്ന് കാതിൽ പിടിച്ചു. തിരകളിലെ തോണി പോലെ അതിൻ്റെ ശരീരം ഉലഞ്ഞാടി. തുമ്പിക്കൈ അസ്വസ്ഥമായി പുളഞ്ഞു. അദ്ദേഹം അതിൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ തുമ്പിക്കൈ അദ്ദേഹത്തിൻ്റെ തോളിൽ മലമ്പാമ്പ് പോലെ വഴുതിയിറങ്ങി. വരൂ എന്ന് എന്നെ ഡോക്ടർ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ആ കുട്ടിയാനയുടെ നെറ്റിയിലും ചെവിയിലും തട്ടി സാന്ത്വനപ്പെടുത്തി. അത് തുമ്പിക്കൈ വളച്ച് നീട്ടി എന്നെ തൊട്ട് പരിശോധിക്കാൻ ശ്രമിച്ചു. ഇവനെ ഒന്നു കിടത്തണം, എന്താണ് പ്രശ്നമെന്ന് നോക്കണം. നീ പോയി എൻ്റെ പെട്ടിയെടുത്തുകൊണ്ട് വാ. ഡോക്ടറുടെ വിളിയിലെ അടുപ്പം ആ സമയത്ത് പോലും എനിക്ക് മനസ്സിലായി. നാവുകൊണ്ട് ബാറ്ററിയെ തൊട്ടതുപോലെ ഒരു ചെറിയ മധുരം. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തുപോയി മരുന്നു പെട്ടി എടുത്തുകൊണ്ട് വന്നു. ഡോക്ടർ കെ ആനയുടെ വായിലെ ചുവന്ന ഭാഗത്ത് സൂചിയുടെ മുന എറിഞ്ഞു തറപ്പിച്ചതിന് ശേഷം പമ്പ് പിടിപ്പിച്ച് മരുന്ന് കടത്തി. കുറേ സമയം അത് അസ്വസ്ഥമായി ആടിക്കൊണ്ടിരുന്നു. കുട്ടിയാനകൾ എന്തിനാണ് തുമ്പിക്കൈ രണ്ടു കാലിൻ്റെയും നടുക്കും മുൻപോട്ടുമായി ഊഞ്ഞാലാടിക്കുന്നത് എന്നു ഞാൻ ചിന്തിച്ചു. ഇടയ്ക്ക് എന്നെ ഒന്ന് തൊട്ടുനോക്കിയാൽ കൊള്ളാമെന്നും അത് ശ്രമിച്ചു. തുമ്പിക്കൈ കുഴഞ്ഞു തളരുന്നത് കണ്ടു. കാതുകളുടെ അനക്കം നിലച്ച് പിന്നെയും തുടങ്ങി. കാലു തെറ്റി വീഴാൻ പോയി. ഞെട്ടി കണ്ണു തുറന്ന് എന്നെ നോക്കി. 4-5 തവണ നെടുവീർപ്പിട്ടു. തുമ്പിക്കൈ നിലത്തു വീണ് ഊതി മണ്ണു പറപ്പിച്ചു. പിന്നെ അത് പതുക്കെ മുട്ടുകുത്തിയിരുന്ന് വലതുവശത്തേക്ക് ചെരിഞ്ഞു വീണ് നിശ്ചലമായി. നീ പോയി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ കാതിലൊഴിക്ക്. കുട്ടിയാണ്, കാതു നിലച്ചാൽ തലയ്ക്ക് ചൂട് കയറിയേക്കും, ഡോക്ടർ പറഞ്ഞു. ഞാൻ കുളിമുറിയിലേക്ക് ഓടി. ഞാൻ മടങ്ങി വന്നപ്പോൾ ഡോക്ടർ ആനയുടെ കാലുകൾ ശ്രദ്ധിച്ചു നോക്കുകയായിരുന്നു. ഞാൻ ആനയുടെ കാതുകൾ നനച്ചു. പിന്നെയും കുപ്പി തന്നെ, പക്ഷേ വലുതല്ല, പുണ്ണു ചീഞ്ഞിട്ടുമില്ല, ഡോക്ടർ പറഞ്ഞു. വിളക്ക് പിടിച്ചോളൂ. ഞാൻ ടോർച്ച് വാങ്ങി വെട്ടം കാട്ടി. കുപ്പിയുടെ അറ്റം എനിക്ക് കാണാനായി. ആന ശ്രദ്ധിച്ച് കാലൂന്നിയാണ് നടന്നിരുന്നത് എന്നു തോന്നി. കുപ്പിച്ചില്ലാണ് കേട്ടോ, കുപ്പിയുടെ കഷ്ണം. ഭാരം കുറഞ്ഞ കുട്ടിയുമാണ്. ഡോക്ടർ ഫോർസെപ്പ് കൊണ്ട് ആ ചില്ലിൽ പിടിച്ച് വലിച്ചെടുത്തു. ചോരയുടെ ഗന്ധം. ചില്ല് പൊട്ടിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഭാഗ്യം. ഡോക്ടർ വ്രണത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് നന്നായി തിരഞ്ഞു. ചെറിയ തരികൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുക. വെൽ, ഓൾമോസ്റ്റ് ക്ലീൻ. ലക്കി ഗൈ. പഞ്ഞിയിൽ മരുന്നു നനച്ച് പുണ്ണിൽ തിരുകി കയറ്റി. അപ്പോൾ ആനക്കുട്ടി ഒന്നനങ്ങി. ഹീ ഈസ് അവേക്ക്. ഞാൻ കുറച്ച് മരുന്നാണ് കൊടുത്തത്. ഡോക്ടർ ആനയുടെ ചെറിയ കൊമ്പുകളിൽ തൊട്ട് ഹീ ഈസ് എ ടസ്കർ, മൈ ആൽഫ മെയിൽ എന്നു പറഞ്ഞു. കുട്ടിയുടെ തുമ്പിക്കൈയിൻ്റെ മൂക്ക് അനങ്ങിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കും. കാലത്ത് മുതുമലയിലേക്ക് മടങ്ങും, ഡോക്ടർ പറഞ്ഞു. മുതുമലയിലേക്കോ? ഞാൻ ചോദിച്ചു. അതെ, അവൻ അവിടുന്നല്ലേ വന്നിട്ടുള്ളത്, ഡോക്ടർ പറഞ്ഞു. നീ ഇവനെ മുൻപ് കണ്ടിട്ടുണ്ട്? ഞാൻ സൂക്ഷിച്ചു നോക്കി. ഇവനെയോ? അതെ, മുഖം കണ്ടാൽ അറിയില്ലേ. 1.5 കൊല്ലം മുൻപ് മുതുമലയിലെ ഒരു വലിയ ആനയ്ക്ക് ഇതേപോലെ കുപ്പിച്ചില്ല് വലിച്ചെടുത്തില്ലേ? അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിവനാണ്. ഇപ്പോൾ ചെറിയ കൊമ്പൊക്കെ മുളച്ച് ആളായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെയും നോക്കി. ആനയുടെ മുഖം എങ്ങനെയാണ് തിരിച്ചറിയുക? ഡോക്ടർ ചിരിച്ചു. ഇപ്പം മനസ്സിലായില്ലേ ആനയുടെ കഴിവ്? ആന എത്ര മനുഷ്യമുഖങ്ങളാ ഓർമ്മിച്ചു വയ്ക്കാറുള്ളത്. ഡോക്ടർ എഴുന്നേറ്റ് കൈകൾ തൂത്തു. ഇത്രയും ദൂരം താങ്കളെ തേടി വന്നതാണോ? അമേസിംഗ് എന്നു ഞാൻ പറഞ്ഞു. പാവം, നല്ല വേദനയുണ്ടാവും. ഈ കുപ്പിച്ചില്ലും കൊണ്ട് എങ്ങനെയാണ് ഇത്രയും ദൂരം ഇവൻ നടന്നത്? ഡോക്ടർ, ആന അങ്ങനെയാണ്. അവ ജീവിക്കുന്നത് കൂടുതൽ വലിയ ലോകത്താണ് എന്നു പറഞ്ഞു. ആനകളുടെ ഓർമ്മയെപ്പറ്റിയും ചെറിയ അടയാളങ്ങളെപ്പോലും മനസ്സിലാക്കി അവ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതിനെപ്പറ്റിയും ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 100 കിലോമീറ്റർ നടക്കാനാവും.
300 കിലോമീറ്റർ നടന്ന് ഒരാളെ അന്വേഷിച്ചു പോയ ആനയുടെ കഥ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മുതുമലയിൽ നിന്ന് എങ്ങനെയാണ് അവ വന്നത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞങ്ങൾ പോയത് ജീപ്പിലായിരുന്നു. അത് നടന്ന് 1.5 കൊല്ലം കഴിഞ്ഞു. മുതുമലയിൽ നിന്ന് ടോപ്പ് സ്ലീപ്പിലേക്ക് വരണമെങ്കിൽ വഴിക്ക് 10 സ്ഥലത്തെങ്കിലും ഗ്രാമങ്ങൾക്കുള്ളിൽ കയറണം. 4 റോഡ് മുറിച്ചു കടക്കണം. ഞങ്ങൾ മടങ്ങി വീടിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുൻപ് ഡോക്ടർ കെ തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കറുത്ത ചലനങ്ങൾ കണ്ടു. ഒരു വലിയ ആനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ടോർച്ച് പൊന്തിച്ചപ്പോൾ നോ എന്ന് ഡോക്ടർ കെ പറഞ്ഞു. ആനകൾ കുട്ടിയുടെ അടുക്കലെത്തി. അതിനെ വളഞ്ഞു നിന്നു. വിളിച്ചുകൊണ്ട് പോകട്ടെ? വരൂ, ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് 30ഓളം ആനകൾ ഒരുമിച്ച് തുമ്പിക്കൈ പൊക്കി ചിഹ്നം വിളിച്ചു. എൻ്റെ ദേഹം വിറച്ചു. കോൾമയിർ കൊണ്ട് ഞാൻ കണ്ണുനീരോടെ നിന്നു. അറിയാതെ 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൂപ്പി. ആനക്കൂട്ടം പിന്നെയും ചിഹ്നം വിളി മുഴക്കി. അതെ, ദേവദുന്ദുഭികൾ മുഴക്കി. മാനത്തെ പെരുമ്പറകൾ ഗർജിച്ചു. കറുത്ത ആകാശത്ത് ആനമുഖമുള്ള കറുത്ത ദേവഗണങ്ങളുടെ മുഖങ്ങൾ തെളിഞ്ഞു. വരൂ എന്ന എൻ്റെ ദേഹത്ത് തോളത്ത് മുട്ടിയിട്ട് ഡോക്ടർ അകത്തേക്ക് കടന്നു. ആന ഡോക്ടർ ജയമോഹൻ. പാഠഭാഗത്തെ നവീന പദങ്ങളും അവയുടെ അർത്ഥവും: ചൂര്, ഗന്ധം, മണം; ഗംബൂട്ട്, നീണ്ട റബ്ബർ ബൂട്ട്; ദേവദുന്ദുഭി, ദേവന്മാരുടെ വാദ്യോപകരണം; സുഷിരം, തുള; ഫോർസെപ്പ്, ചവണ അല്ലെങ്കിൽ ശസ്ത്രക്രിയ ഉപകരണം. ചവണ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചാണ്, ഫോർസെപ്പ് ഉപയോഗിച്ചാണ് ഡോക്ടർ ആനയുടെ കാലിൽ തറഞ്ഞു കയറിയിരുന്ന കുപ്പിച്ചില്ല് വലിച്ചൂരിയത്. പുണ്ണ്, വ്രണം, മുറിവ്; ഉലയുക, ആടുക; പൊന്തിക്കുക, ഉയർത്തുക; സുഷിരം, ദ്വാരം.